ഒജൈവ്സ്. എങ്ങനെയാണ് ഒജൈവ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒജൈവ്സ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികളുടെ ഗ്രാഫിന് പറയുന്ന പേരാണ് ഒജൈവ്സ്. അപ്പം എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് നോക്കാം. ക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, കൂട്ടി ഒരു പ്രത്യേക രീതിയിൽ കൂട്ടി എഴുതുന്നതിനാണ് ക്യുമുലേറ്റ് ഫ്രീക്വൻസിയെ ക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അങ്ങനെയും ചെയ്യാം. ഇനി എങ്ങനെയാണ് ലെസ് ദാൻ ക്യുമുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫ്രീക്വൻസീസ് ഓഫ് ഓൾ ദ പ്രൊസീഡിംഗ് ക്ലാസസ്, പ്രൊസീഡിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപ് വരുന്ന പ്രൊസീഡിംഗ് ക്ലാസസ് ആർ ആഡഡ് ടു ദ ഫ്രീക്വൻസി ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസിന്റെ തൊട്ട് മുൻപ് വരുന്ന ഫ്രീക്വൻസികളെല്ലാം ആ ക്ലാസിനോട് കൂട്ടി എഴുതുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ നോക്കിയേ, ക്ലാസ് ഇന്റർവെൽ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ക്ലാസ് ഇന്റർവെൽ 0 to 10 3, 10 to 20 7, 20 to 30 12, 30 to 40 8, 40 to 56, 50 to 60 4. അങ്ങനെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പം തൊട്ട് മുൻപുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസി ആ ക്ലാസിന്റെ കൂടെ കൂട്ടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അപ്പർ ലിമിറ്റുകൾ എഴുതും. ഈ ക്ലാസ്സുകളുടെ തന്നിട്ടുള്ള ക്ലാസ്സുകളുടെ അപ്പർ ലിമിറ്റ്, ഓരോ ക്ലാസിന്റെയും അപ്പർ ലിമിറ്റ്. ഇപ്പൊ ഒന്നാമത്തെ ക്ലാസ് 0 to 10, അതിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 10. സെക്കൻഡ് ക്ലാസിന്റെ 20, തേർഡ് ക്ലാസിന്റെ 30, അടുത്തത് 40, 50, 60 അങ്ങനെ അപ്പർ ലിമിറ്റുകൾ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ അപ്പർ ലിമിറ്റിന്റെയും താഴെ ലെസ് ദാൻ എത്ര ഫ്രീക്വൻസി ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ 10ൽ താഴെ നോക്കൂ, 10ൽ താഴെ 0 to 10 എന്നുള്ളത് 3 അല്ലേ? അപ്പൊ 10ൽ താഴെ എത്രയുണ്ട്? 3 ഉണ്ട്. 10ൽ താഴെ ഫ്രീക്വൻസി അത് നമ്മൾ ഇവിടെ എഴുതും. 10ന്റെ താഴെ 3. അടുത്തത് 20ൽ താഴെ. 20ൽ താഴെ നോക്കൂ, 10 to 20 ക്ലാസ്സിന് 7 ഉണ്ട്. ഇനി 0 to 10, 10ൽ താഴെ 3 ഉണ്ട്. അപ്പൊ ഈ 7ഉം 3ഉം കൂടെ ചേരും. 7ഉം 3ഉം 20ൽ താഴെയല്ലേ? അപ്പൊ 7ഉം 3ഉം 10. ഇനി 30ൽ താഴെയോ? 30ൽ താഴെ എന്ന് പറയുമ്പോൾ ഈ 3 ഫ്രീക്വൻസികൾ വിടും. 12ഉം 10ഉം 22. ഇനി 40ൽ താഴെയോ? ഒരു 8 കൂടി പെടും. ഈ 4 വാല്യൂസ് 40ൽ താഴെയാണ് അല്ലെ? 40ൽ താഴെയാണ് ഈ വാല്യൂസ് എല്ലാം. അപ്പം 22 8 30. ഇനി 50ൽ താഴെയോ? ഈ 6 കൂടി വരും, 36. 60ൽ താഴെയോ? മുഴുവൻ ഡേറ്റയും മുഴുവൻ ഫ്രീക്വൻസിയും 60ൽ താഴെയാണ്. ഈ 4 കൂടി ചേരുമ്പോ എത്രയായി? 40. മുഴുവൻ പേര് 40 നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി. അപ്പൊ മുഴുവൻ ഡേറ്റയും 40ൽ താഴെയാണ്. ഒന്നുകൂടി പറയാം, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓരോ അപ്പർ ലിമിറ്റും എഴുതുക ആദ്യം. ഓരോ ക്ലാസിന്റെയും അപ്പർ ലിമിറ്റ് 10, 20, 30, 40, 50, 60 എഴുതി. എന്നിട്ട് ഓരോ അപ്പർ ലിമിറ്റിന്റെയും താഴെ എത്ര ഫ്രീക്വൻസി ഉണ്ടെന്ന് നോക്കുക. 10ൽ താഴെ 3, 20ൽ താഴെ ഈ 2 എണ്ണം 7, 3, 10, 30ൽ താഴെ ഈ 3 എണ്ണം 12, 10, 22, 40ൽ താഴെ ഇത്രയും വാല്യൂസ് വരും 30, 50ൽ താഴെ ഈ 6ഓട് ചേരുമ്പോ 36, 60ൽ താഴെയാണ് മുഴുവൻ ഫ്രീക്വൻസിയും 40. ഇതുപോലെ തന്നെ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. Frequencies of all the succeeding classes are added to the frequency of a class. Succeeding കഴിഞ്ഞു വരുന്ന ഒരു ക്ലാസ് ശേഷമുള്ള ക്ലാസ്സുകളുടെ ഫ്രീക്വൻസീസ് എല്ലാം ആ ക്ലാസ്സിനോട് ആഡ് ചെയ്താൽ അതിന് പറയുന്നതാണ് മോർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതെങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാൻ നോക്കാം ഒരു എക്സാമ്പിളിലൂടെ. ക്ലാസ് ഇന്റർവെൽ സെയിം തന്നെ. ക്ലാസ് ഇന്റർവെല്ലുകൾ തന്നിട്ടുണ്ട്, അതുപോലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ലോവർ ലിമിറ്റുകൾ എഴുതും. ഓരോ ക്ലാസിന്റെയും ലോവർ ലിമിറ്റുകൾ 0, 10, 20, 30, 40, 50 ലോവർ ലിമിറ്റുകളെല്ലാം എഴുതും. ഇനി ഓരോ ലോവർ ലിമിറ്റിന്റെയും മോർ ദാൻ മുകളിൽ എത്ര ഫ്രീക്വൻസി ഉണ്ട് അതിനുശേഷം സക്സീഡിംഗ് ക്ലാസസ് ആർ ആഡഡ്.
ഇതിന് ശേഷം ഈ സീറോയ്ക്ക് ശേഷമുള്ള എല്ലാം കൂടെ കൂട്ടണം. അപ്പം എല്ലാ ഫ്രീക്വൻസിയും സീറോയ്ക്ക് മുകളിലാണ് അല്ലെ. 40 ഫ്രീക്വൻസിയും സീറോയ്ക്ക് മുകളിലാണ്. ഇനി 10 മുകളിലോ? 10 മുകളിൽ ഈ ഒരു 3 പെടുമില്ല. ബാക്കിയെല്ലാം 10 മുകളിലേക്കാണ്. ഇത് 10 താഴെയാണ്. അപ്പം 37. ഇനി 20 മുകളിലോ? 20 മുകളിൽ ഇത് രണ്ടും പെടുമില്ല. അപ്പൊ 37 നിന്നും ഒരു 7 കൂടി അങ്ങ് കുറച്ചാൽ മതി. അല്ലെങ്കിൽ 40 നിന്നും 10 കുറച്ചാൽ മതി. 30. ഇനി 30 മുകളിലോ? 30 മുകളിൽ ഇത്രയും ഡേറ്റ പെടില്ല. 30 മുകളിൽ ഇത്രയേ ഉള്ളൂ. അപ്പം 30 മുകളിൽ ഈ 30 നിന്നും 12 കൂടി കുറച്ചാൽ മതി. ഇരുപത് 18. 40 മുകളിലോ? 40 മുകളിൽ ഈ ഒരു 8 കൂടി കുറയും അല്ലെ. 18 8 കുറയുമ്പോ എത്ര വന്നു? 10. 50 മുകളിലോ? 50 മുകളിൽ ഈ ഒരു 6 കൂടി കുറയ്ക്കണം. 50 മുകളിൽ ആകെ 4 ഉള്ളൂ. അപ്പം 6 കൂടി കുറച്ച് കഴിയുമ്പോ എത്ര വന്നു? 4. കണ്ടോ? അപ്പം മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് ഫ്രീക്വൻസീസ് ഓഫ് ഓൾ സക്സീഡിംഗ് ക്ലാസ്സസ്, ഒരു ക്ലാസ്സിന് ശേഷമുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടി എഴുതുക എന്നാണ് തിയറത്തിൽ പറയുന്നതെങ്കിലും പ്രാക്ടിക്കലായിട്ട് നമുക്ക് എളുപ്പം ഇങ്ങനെ ചെയ്യുകയാണ്. നമ്മൾ ലോവർ ലിമിറ്റുകൾ എഴുതുക ഓരോ ക്ലാസിന്റെയും. 0, 10, 20, 30, 40, 50 ലോവർ ലിമിറ്റുകൾ എഴുതുക. ഈ ലോവർ ലിമിറ്റിന്റെ മുകളിൽ, ഓരോന്നിന്റെയും മുകളിൽ, 0യ്ക്ക് മുകളിലാണ് മുഴുവനും 40 വരുന്നു. 10 മുകളിലോ? ഇത് മാത്രം കുറച്ചാൽ മതി. ബാക്കിയെല്ലാം ഇത്രയും 10 മുകളിൽ. അപ്പം 37. അങ്ങനെ 20 മുകളിലോ? 20 മുകളിൽ ഇത് രണ്ടും പെടില്ല. ബാക്കി മുഴുവനും 20 മുകളിലാണ്. അങ്ങനെ ഓരോന്നും കൂട്ടി കൂട്ടി എഴുതുന്ന ഒരു രീതിയാണ് ഏതാണ്? മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പഠിച്ചു. മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെ ഒജൈവ്സ് വരയ്ക്കാം എന്ന് നോക്കാം. 2 തരം ഒജൈവ്സ് ഉണ്ട്. ലെസ് ദാൻ ഒജൈവും ഗ്രേറ്റർ ദാൻ ഒജൈവും. ഇത് രണ്ടും വരയ്ക്കുന്ന വിധം നമുക്ക് നോക്കാം. ആദ്യം ലെസ് ദാൻ ഒജൈവ്. ലെസ് ദാൻ ഒജൈവ് അല്ലെങ്കിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവിൽ നിന്നാണ് ലെസ് ദാൻ ഒജൈവ് വരയ്ക്കുന്നത്. അപ്പം അപ്പർ ലിമിറ്റ്സും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കാണുന്ന വിധം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനി എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് എക്സ് ആക്സിസിൽ അപ്പർ ലിമിറ്റുകള് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക. കറസ്പോണ്ടിങ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്യുക. ഇവിടെ നോക്കും, അപ്പർ ലിമിറ്റ് 10. 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 3 ആണ്. ആ പോയിന്റ് പ്ലോട്ട് ചെയ്തു. അടുത്ത അപ്പർ ലിമിറ്റ് 20. 20ന് കറസ്പോണ്ടിങ് ആയിട്ട് 10. അടുത്ത അപ്പർ ലിമിറ്റ് 30. 30ന് കറസ്പോണ്ടിങ് ആയിട്ട് 22. 40. 40ന് കറസ്പോണ്ടിങ് ആയിട്ട് 30. 50. 50ന് കറസ്പോണ്ടിങ് ആയിട്ട് 36. 60ന് കറസ്പോണ്ടിങ് ആയിട്ട് 40. അപ്പം എക്സ് ആക്സിസിൽ ക്ലാസ് ഇന്റർവെല്ലിന്റെ അപ്പർ ലിമിറ്റുകൾ പ്ലോട്ട് ചെയ്തു. വൈ ആക്സിസിൽ മുൻപ് കണ്ടുപിടിച്ച ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാർക്ക് ചെയ്തു. കറസ്പോണ്ടിങ്, അതായത് ഈ ജോഡി കറസ്പോണ്ടിങ് പോയിന്റ്സ് പ്ലോട്ട് ചെയ്തു. ആ പോയിന്റ്സ് സ്മൂത്ത് ആയിട്ട് ബന്ധിപ്പിക്കുക, സ്മൂത്ത് ആയിട്ട് ജോയിൻ ചെയ്യുക ഈ പോയിന്റ്സ് തമ്മിൽ. അതെപ്പോഴും എക്സിന്റെ, നമ്മൾ ഇംഗ്ലീഷിൽ എക്സ് എന്ന് എഴുതുന്നതിന്റെ ഒരു ഭാഗമായിട്ട് എപ്പോഴും ഇങ്ങനെ ഉയർന്നു പോകുന്ന രീതിയിലായിരിക്കും എപ്പോഴും ഈ ഗ്രാഫിന്റെ ഒരു ഷേപ്പ്. ഇനി ഗ്രേറ്റർ ദാൻ ഒജൈവ് നേരെ തിരിച്ച് ലോവർ ലിമിറ്റുകൾ എക്സ് ആക്സിസിൽ എടുക്കുക. എക്സ് ആക്സിസ് ലോവർ ലിമിറ്റുകൾ എടുക്കുക. വൈ ആക്സിസിൽ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിട്ട് ഈ കറസ്പോണ്ടിങ് പോയിന്റ്സ്, ഈ പെയർ പ്ലോട്ട് ചെയ്യുക.
അപ്പൊ ഇവിടെ നോക്കിയ ഫസ്റ്റ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 40. 0 40 പ്ലോട്ട് ചെയ്യും. 10 37 എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. 20ന് കറസ്പോണ്ടിങ് ആയിട്ട് 30, 30ന് കറസ്പോണ്ടിങ് 18, 40ന് കറസ്പോണ്ടിങ് 10, 50ന് കറസ്പോണ്ടിങ് 4. എന്നിട്ട് ഈ പോയിന്റ്സ് എല്ലാം കൂടി സ്മൂത്ത് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇത് വേറെ എക്സ് ആക്സിസിലേക്ക് മുട്ടിക്കുക അങ്ങനെയൊന്നും വേണ്ട. അപ്പൊ ഇത് എക്സിന്റെ മറ്റൊരു ഭാഗമായിട്ട് വരും. ഈ രണ്ട് ഗ്രാഫും കൂടെ ചേരുമ്പോൾ ഒരു ഒന്നിച്ച് വരയ്ക്കുകയാണെങ്കിൽ ഒരു എക്സ് പോലെ വരും. അപ്പൊ ഈ വിധമാണ് രണ്ട് ഒജേവ്സും വരയ്ക്കുന്നത്. ലെസ് ദാൻ ഒജേവ് വരയ്ക്കണമെങ്കിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉപയോഗിക്കണം. ഗ്രേറ്റർ ദാൻ ഒജേവ് വരയ്ക്കണമെങ്കിൽ മോർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉപയോഗിക്കണം.